ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. അപ്പൊ ഇന്ന് നല്ലൊരു ഗുഡ് ന്യൂസ് ആണ്. ഓഗസ്റ്റിലെ എക്സാം കലണ്ടർ കേരള PSC പബ്ലിഷ് ചെയ്തു. അപ്പൊ നമ്മുടെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് പോളിടെക്നിക്സ് സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സാം വരുന്നത് 29 ഓഗസ്റ്റില് ആണ്. അപ്പൊ നമുക്ക് ഇനിയും ഏകദേശം ഒരു 94 ദിവസങ്ങൾ എക്സാമിന് ബാക്കിയുണ്ട്. ഏകദേശം ഒരു 12,000 കൂടുതൽ കുട്ടികൾ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആന്റിസിപ്പേറ്റഡ് ആണ് വേക്കൻസീസിന്റെ എണ്ണം. എന്നാണ് എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള ആൻസർ ഇന്ന് കിട്ടിക്കഴിഞ്ഞു. എക്സാം കലണ്ടർ കിട്ടിയാലാണല്ലോ നമുക്ക് സിലബസ് കാണാൻ കഴിയുള്ളൂ. സിലബസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊന്നുമല്ല, യൂഷ്വലി ഉണ്ടാവാറുള്ള ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൽ ഒന്നും പോലും എന്നല്ല, ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ഒന്നും സിലബസിലില്ല, എക്സെപ്റ്റ് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അത് പിന്നെ നമുക്ക് കുഴപ്പമില്ല, കാരണം നമ്മൾ ബേസിക്കലി ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ആണല്ലോ. ഓക്കെ, അപ്പോൾ യൂഷ്വലി വരാറുള്ള ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ലൈക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇതൊക്കെ പേപ്പറിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ മാത്തമാറ്റിക്സും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് വേണം? പക്ഷേ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. അതിന് 12 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ നമുക്ക് ഏകദേശം ഒരു 2, 4, 5 ഈ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ 6 മൊഡ്യൂൾസ് ആണ് എക്സാമിന് ഉള്ളത്. 6 മൊഡ്യൂൾസ് ആണ് സിലബസിൽ തന്നിട്ടുള്ളത്. എങ്കിലും 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 സബ്ജക്ട്സ് ആയിട്ട് നമുക്ക് ഈ 6 മൊഡ്യൂൾസിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്നല്ലേ? അതായത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഉണ്ട്. ഇലക്ട്രോണിക് സർക്യൂട്ട്സിനകത്ത് പവർ ഇലക്ട്രോണിക്സിൽ നിന്നുള്ള കുറച്ച് ബേസിക്സ് വരുന്നുണ്ട്. ദെൻ ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. ഓക്കെ, അതിന് 20 മാർക്സ് ആണ് ക്വസ്റ്റ്യൻസ് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഇലക്ട്രോണിക് സർക്യൂട്ട്സിനും 20 മാർക്സ് ആണ്. ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അങ്ങനെ തന്നെ. ദെൻ വരുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോപ്രൊസസർ ആൻഡ് മൈക്രോ കൺട്രോളർ. 3 സബ്ജക്ട്സ് ആണ് അതിൽ. ഡിജിറ്റൽ വരുന്നുണ്ട്. മൈക്രോ പ്രൊസസർ തന്നെ 8086ഉം 8286 386 അതിന്റെ ബേസിക്സും വരുന്നുണ്ടെന്ന് തോന്നുന്നു. മൈക്രോ കൺട്രോളർ 8051 ആണ് പഠിക്കാനുള്ളത്. ദെൻ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 18 മാർക്കിനാണ് മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതിൽ അനലോഗ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, TV എഞ്ചിനീയറിംഗ് വിച്ച് ഇസ് പാർട്ട് ഓഫ് ദ ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. TV എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ പോളിയിൽ തന്നെ ഒരു സബ്ജക്ട് വരുന്നുണ്ട്. സോ 3 സബ്ജക്ട്സ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ മൊഡ്യൂൾ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ വരുന്നതാണ് ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ പവർ ഇലക്ട്രോണിക്സ്, PLC ആൻഡ് മെഷറിംഗ് എക്യുപ്മെന്റ്സ്. അതിന് 10 മാർക്കിനെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. പക്ഷെ അതെന്ന് പറയുന്നത് പവർ ഇലക്ട്രോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, PLC എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ടോപ്പിക് പ്ലസ് മെഷറിംഗ് എക്യുപ്മെന്റ്സ് ഇത്രയും കൂടിയതാണ്. മെഷറിംഗ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്നുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് പറയാം ടോട്ടൽ നമുക്ക് വരുന്നത് 6 മൊഡ്യൂൾസ് ആണെങ്കിലും 11 സബ്ജക്ട്സ് ഏകദേശം അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ പറയുന്ന 6 മൊഡ്യൂൾസും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 94 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനിടയ്ക്ക് നമുക്ക് ജൂലൈ 29 ഏത് വരുന്നുണ്ട്? അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD ഇലക്ട്രോണിക്സ് എക്സാം വരുന്നുണ്ട്. നിങ്ങൾ കെയർഫുള്ളി നോക്കുകയാണെങ്കിൽ ലെക്ചർ പോളിയുടെ സിലബസ് കംപ്ലീറ്റ്ലി ഈ എയുടെ എക്സാമിൽ നമുക്ക് ഒരു 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ബാക്കിയുള്ള 50 മാർക്ക് എന്ന് പറയുന്നത് കുറച്ച് കൈൻഡ് ഓഫ് ഔട്ട് ഓഫ് സിലബസ് ആണ്. ഔട്ട് ഓഫ് സിലബസ് ഓഫ് ലെക്ചർ പോളി ഇലക്ട്രോണിക്സ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് വരുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് നമുക്ക് പോളി ലെക്ചറിന്റെ സിലബസിൽ വരുന്നില്ല. ഇലക്ട്രോ മാഗ്നറ്റിസം വരുന്നില്ല. പവർ സിസ്റ്റംസ് വരുന്നില്ല. സെൻസേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സ്, സ്പീക്കേഴ്സ്, റെക്കോർഡിംഗ്, പബ്ലിക് അഡ്രസ് സിസ്റ്റം ഇതൊന്നും തന്നെ 20 മാർക്സിന് ഉണ്ട് അതിനുള്ള ക്വസ്റ്റ്യൻസ്. ഇതിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പോസ്റ്റിലേക്കുള്ള കാര്യമാണ് പറയുന്നത്. ഇത് ഈ വരുന്ന ജൂലൈ 29 നടക്കാനുള്ള പരീക്ഷയ്ക്ക്. അപ്പോൾ പ്ലാൻ ചെയ്ത് വേണം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ലെക്ചർ പോളിക്ക് നമുക്ക് ഇനിയും എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ട്? 94 ദിവസങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് ഇനി 62 ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. സോ നിങ്ങൾ അക്കോർഡിംഗ്ലി പ്ലാൻ ചെയ്യുക. എന്തായാലും ഈ എയ്ക്ക് പഠിക്കുന്ന പോർഷൻസ് ഒക്കെ തന്നെയും നിങ്ങൾക്ക് ഏതിന് ഉപകാരപ്പെടും? ലെക്ചർ പോളിക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ പറയുന്ന കോർ സബ്ജക്ട്സ്
ഈ 6 മൊഡ്യൂൾസ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കുക. നമുക്കറിയാം ഒരുപാട് കുട്ടികൾ ലെക്ചർ പോളി പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അതിന്റെ വാക്കൻസീസ് എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റഡ് ആയിരിക്കാം. പക്ഷേ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പോസ്റ്റ് വാക്കൻസീസ് കുറവാണെങ്കിൽ ഇപ്പൊ മിക്കവാറും കുട്ടികളെല്ലാം നേരെ ലെക്ചർ പോളിയിലോട്ട് ജമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും പഠിക്കാനായിട്ട്. സോ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. 50 മാർക്ക് ലെക്ചർ പോളിയുടെ പരീക്ഷയുടെ സിലബസിന് സമാനമാണ്. ബാക്കി വരുന്ന 50 മാർക്കാണ് അഡീഷണലി പഠിക്കാനുള്ളത്. ഒരു മാസത്തോളം ആ ഒരു 50 മാർക്കിന് വേണ്ടി മാത്രം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ സംഭവം നിങ്ങളുടെ കയ്യിലിരിക്കും. ഇത് AEPWD. അപ്പോ നിങ്ങളത് ആക്ച്വലി പ്ലാൻ ചെയ്ത് വേണം പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, നിങ്ങളുടെ ടേസ്റ്റ് എന്താണ്. ഇനി ഒരു കാര്യം പറയാം, ഇതുപോലെ ആന്റിസിപ്പേറ്റഡ് വാക്കൻസീസ് വരുന്ന മറ്റു പോസ്റ്റുകൾ ഇനിയും ഉണ്ടാവുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ കുറച്ചു പേരെങ്കിലും ചെറിയ സംശയത്തിലായിരിക്കും എയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ അതോ ലെക്ചർ പോളി ഇലക്ട്രോണിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമോ എന്ന കാര്യത്തിൽ. ഇതിനകത്ത് കൺഫ്യൂഷൻ വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മളിപ്പോ തന്നെ കണ്ടായിരുന്നു എയുടെ സിലബസിനകത്ത് ലെക്ചർ പോളിയുടെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ സബ്ജക്ട്സ് വരുന്നുണ്ടെന്ന് മാത്രം. അപ്പൊ നമുക്കറിയാം, എന്താ പറയാ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഈ പറയുന്ന ഈ പോസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം 50 മാർക്കോളം ഇലക്ട്രോണിക്സ് മാത്രം സബ്ജക്ട്സ് ആണ് വരുന്നത്. അത് പഠിച്ചെടുക്കുക ഇലക്ട്രിക്കൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ള കാര്യമല്ല. സോ ഇലക്ട്രോണിക്സുകാർക്ക് വേണ്ടി തന്നെയുള്ള ഒരു കോമ്പറ്റീഷൻ ഗ്രൗണ്ടാണ് ഈ പറയുന്ന PWD AE എക്സാം. അപ്പൊ സിലബസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി വരുന്ന 62 ഡേയ്സ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എയുടെ സിലബസ്, അതിനകത്ത് 1 മന്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാവും, ഒരു 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വിച്ച് ഇസ് നോട്ട് പ്രസന്റ് ഇൻ ലെക്ചർ പോളി സിലബസ്, അതൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എയുടെ എക്സാം നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ലെക്ചർ പോളി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ദേ ക്യാൻ ഓൺലി സ്കോർ ലെസ് ദാൻ 50 മാർക്സ്. ഐ ആം ടെല്ലിങ് യു, അണ്ടർലൈൻ ദിസ്. അതായത് നിങ്ങൾ ലെക്ചർ പോളി സിലബസ് മാത്രം പ്രിപ്പയർ ചെയ്തുകൊണ്ട് എയുടെ എക്സാമിന് പോവുകയാണെങ്കിൽ 50 മാർക്ക് കൂടി വന്നാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ലെക്ചർ പോളിക്ക് നമുക്ക് ഇനിയും ദിവസങ്ങൾ കിടക്കുകയാണ്. 94 ഡേയ്സ് അല്ലെ, 94 ഡേയ്സ് നമുക്കിനി റിമൈനിങ് ആണ്. സോ നമ്മൾ ആ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് എക്സാം കഴിഞ്ഞ് കിട്ടുന്ന 30 ഡേയ്സ് നല്ല രീതിയിൽ ബ്രഷപ്പ് ചെയ്യുകയാണെങ്കിൽ ലെക്ചർ പോളി ഇലക്ട്രോണിക്സ് നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ വി വോണ്ട് ഹാവ് ടു റിഗ്രറ്റ് ദാറ്റ് we were not preparing for assistant engineering exam for PWD department. ഓക്കെ, സോ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഏതായിരിക്കും കുറച്ചും കൂടി ഈസി. വാക്കൻസീസിന്റെ എണ്ണമൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് അറിയുമായിരിക്കും. ലെക്ചർ പോളിയെ സംബന്ധിച്ചിടത്തോളം വാക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. ഓഫ് കോഴ്സ് എന്തായാലും PWD AEൻ്റെതിൽ ഓഫർ ചെയ്തിട്ടുള്ള വാക്കൻസീസിനേക്കാൾ കൂടുതൽ ലെക്ചർ പോളിയിൽ വരും. പക്ഷേ അതേ സിലബസ് അതും 50 മാർക്സിലാണ് ഇതിനകത്ത് ചോദിക്കുന്നുണ്ടായിരിക്കുക, എയുടെ എക്സാമിൽ ചോദിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് വേണം, ഏതിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. രണ്ടും ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു നഷ്ടവും ഇല്ല. കേരള PSCയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകളെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അത് നമ്മൾ മുൻപ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ തുടങ്ങുന്ന കാലം മുതൽ പറയുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ പെടുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ലാസ്റ്റ് 10 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷൻസ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതിപ്പോഴും അപ്പാണ്, വേണ്ട കുട്ടികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഇതാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ സബ്ജക്ട് വൈസ് ടോപ്പിക്സ് ഡിവൈഡ് ചെയ്ത് ആ ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. പ്ലസ് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നു. മിനിമം 15 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ പെർ ഡേ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയില്ല, വിത്തിൻ 100 ഡേയ്സ് നമ്മളൊരു 15 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണെങ്കിൽ, വേണ്ട നിങ്ങളൊരു 10 ഡേയ്സ് ഒരു 15 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 1.5 ക്വസ്റ്റ്യൻ പേപ്പറോളം നിങ്ങളുടെ ആൻസർ ചെയ്ത് കഴിയും. ഓക്കെ, കേരള PSC എന്ന് പറയുന്നത് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് ആണ്. അതിൽ തർക്കമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്ലിക്ക് ഈ തരത്തിലുള്ള ഒരു പഠന പദ്ധതി തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന സബ്ജക്ട്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ലൈക്ക് ഡിജിറ്റൽ, മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസസർ, സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്, പവർ സിസ്റ്റം, ഇലക്ട്രോണിക്സ്, ഇതെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സും അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ഈ പറയുന്ന PYQ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇതിനു വേണ്ടി പഠിക്കുക. അതായത് സബ്ജക്റ്റിലെ കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ പഠിക്കുന്ന കാലത്ത് തന്നെ നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറ്റി വെച്ചത് പോയിട്ടുണ്ടായിരിക്കും. ചെറുതായി ഒന്ന് പൊടി തട്ടി ബ്രഷപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉണ്ടായിരിക്കുള്ളൂ. അത് നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്നതിലൂടെ കിട്ടുമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല.
അപ്പോൾ ഇതുവരെ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ സെഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Signing off, your study partner Clay. Stay focused on what really matters to you.